എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഭാരതമുണ്ടായതിനു ശേഷം ഏറ്റവും വലിയ ഫാസിസം കാണിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന മനുഷ്യന് യാതൊരു വിധത്തിലുമുള്ള അവകാശങ്ങളില്ലാതെ ആരെയും പിടിച്ച് ജയിലിലിടാനുള്ള ക്രൂരമായിട്ടുള്ള ഒരു, ജയിലിലിടുക മാത്രമല്ല എല്ലാത്തിനെയും തല്ലിക്കൊല്ലുന്ന രീതിയിലേക്ക്, അവനവൻ്റെ ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള അവകാശത്തെ നിന്ദിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയ ഒരു വലിയ ഫാസിസ്റ്റ് ഭരണമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണം എന്ന് പറയുന്നത്. ഈ രാജൻ കൊലക്കേസൊക്കെ നടന്നത് ആ സമയത്താണ്. പാവപ്പെട്ട ഒരു കോളേജ് വിദ്യാർത്ഥിയെ കൊണ്ടുപോയി തല്ലി ഉരുട്ടി കൊന്നിട്ട് കക്കയത്തെ ഡാമിൽ നിന്ന്, ക്ഷമിക്കണം, കക്കയത്തെ പിന്നെ ഉരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവിടെ തെരച്ചിലില്ല. ഇപ്പോഴും അവിടെ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ പോയി, പിന്നെ തെരച്ചിലില്ല. ഒരാളെയും തെരച്ചിലില്ലാത്ത കേരളത്തിലെ ഏക വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് കക്കയത്തെ ഉരക്കുഴി വെള്ളച്ചാട്ടം. അവിടെയാണ് കൊണ്ടുവരുന്നിട്ടത്. അതൊക്കെ ഓർമ്മകളാണ്. അപ്പോൾ അതെ, ഈശ്വരവാര്യരുടെ മകൻ രാജൻ കൊലക്കേസ് പ്രസിദ്ധമാണല്ലോ. കരുണാകരൻ മുഖ്യമന്ത്രി, അത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലായിരുന്നു അത്. അപ്പോൾ ഈ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മരണം വരെ മകന്റെ മരണത്തിന്റെ കൃത്യം പുറത്തു കൊണ്ടുവരാനായി അദ്ദേഹം പോരാടി എന്നുള്ളതാണ്. അതെ, ഇത്രയും ദയനീയമായി, എത്രയും നിസ്സഹായനായി നടന്നൊരു പാവം മനുഷ്യൻ, ആ മനുഷ്യന്റെ കണ്ണുനീരിന് ഇവിടെ എത്ര ആളുകൾ എന്താണ് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. അത് പലരും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമുണ്ട്.